1 രാജാക്കന്മാർ 18-ാം അധ്യായം 1 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. ഏലിയായും ബാലിന്റെ പ്രവാചകന്മാരും. ഏറെ നാൾ കഴിഞ്ഞ് 3-ാം വർഷം കർത്താവ് ഏലിയായോട് കൽപ്പിച്ചു, നീ ആഹാബിന്റെ മുൻപിൽ ചെല്ലുക, ഞാൻ ഭൂമിയിൽ മഴ പെയ്യിക്കും. ഏലിയ ആഹാബിന്റെ അടുത്തേക്ക് പുറപ്പെട്ടു. സമരിയായിൽ അപ്പോൾ ക്ഷാമം കഠിനമായിരുന്നു. ആഹാബ് തന്റെ കാര്യസ്ഥനായ ഒബാദിയായെ വരുത്തി. അവൻ വലിയ ദൈവഭക്തനായിരുന്നു. ജെസബേൽ കർത്താവിന്റെ പ്രവാചകന്മാരെ വധിച്ചപ്പോൾ ഒബാദിയ 100 പ്രവാചകന്മാരെ കൂട്ടിക്കൊണ്ടുപോയി 50 പേരെ വീതം ഓരോ ഗുഹകളിൽ ഒളിപ്പിച്ചു. അവൻ അവർക്ക് ഭക്ഷണപാനീയങ്ങൾ കൊടുത്ത് സംരക്ഷിച്ചു. ആഹാബ് ഒബാദിയായോട് പറഞ്ഞു, നീ നാട്ടിലുള്ള എല്ലാ അരുവികളിലും താഴ്വരകളിലും ചെന്നു നോക്കുക. കുതിരകളെയും കോവർ കഴുതകളെയും ജീവനോടെ രക്ഷിക്കാൻ പുല്ല് ചിട്ടിയെന്ന് വരാം. മൃഗങ്ങളെല്ലാം നശിച്ചു പോകാതിരിക്കട്ടെ. അന്വേഷണ സൗകര്യത്തിന് രാജ്യം 2ആയി വിഭജിച്ചു. ആഹാബ് ഒരു വഴിക്കും ഒബാദിയ വേറൊരു വഴിക്കും പുറപ്പെട്ടു. ഏലിയ ഒബാദിയായെ വഴിക്ക് വെച്ച് കണ്ടുമുട്ടി. ഒബാദിയ അവനെ തിരിച്ചറിഞ്ഞു. താണു വണങ്ങിക്കൊണ്ട് അവൻ ചോദിച്ചു, പ്രഭോ, അങ്ങ് ഏലിയ അല്ലേ? അവൻ പറഞ്ഞു, ഞാൻ തന്നെ. ഏലിയ ഇവിടെയുണ്ടെന്ന് ചെന്ന് നിന്റെ യജമാനോട് പറയുക. അവൻ പറഞ്ഞു, ഈ ദാസനെ ആഹാബിന്റെ കയ്യിൽ കൊലയ്ക്ക് ഏൽപ്പിക്കാൻ ഞാൻ എന്തു പാപം ചെയ്തു? അങ്ങയുടെ ദൈവമായ കർത്താവാണേ, അങ്ങയെ അന്വേഷിക്കാൻ ഞാൻ എൻ്റെ യജമാനൻ ആളയക്കാത്ത രാജ്യമോ ജനതയോ ഇല്ല. അങ്ങ് അവിടെ ഇല്ലെന്ന് മറുപടി കിട്ടുമ്പോൾ അങ്ങയെ കണ്ടിട്ടില്ല എന്ന് അവൻ ഓരോ രാജ്യത്തെയും ജനതയെയും കൊണ്ട് സത്യം ചെയ്യിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഏലിയ ഇവിടെയുണ്ട് എന്ന് എൻ്റെ യജമാനനെ അറിയിക്കാൻ അങ്ങ് കൽപ്പിക്കുന്നല്ലോ. ഞാൻ അങ്ങയുടെ അടുത്ത് നിന്ന് പോയാലുടനെ കർത്താവിൻ്റെ ആത്മാവ് ഞാൻ അറിയാത്ത ഏതെങ്കിലും സ്ഥലത്തേക്ക് അങ്ങയെ കൊണ്ടുപോകും. ആഹാബിനെ ഞാൻ വിവരം അറിയിക്കുകയും അവൻ അങ്ങയെ കണ്ടെത്താതിരിക്കുകയും ചെയ്താൽ അങ്ങയുടെ ഈ ദാസൻ ചെറുപ്പം മുതൽ കർത്താവിൻ്റെ ഭക്തനാണെങ്കിലും അവൻ എന്നെ വധിക്കും. ജെസബേൽ കർത്താവിൻ്റെ പ്രവാചകന്മാരെ വധിച്ചപ്പോൾ ഒരു ഗുഹയിൽ 50 പ്രവാചകന്മാരെ വീതം 100 പേരെ ഒളിപ്പിച്ച് അവർക്ക് ഭക്ഷണപാനീയങ്ങൾ നൽകി ഞാൻ സംരക്ഷിച്ചത് അങ്ങ് കേട്ടിട്ടില്ലേ? എന്നിട്ടും പോയി ഏലിയ ഇവിടെയുണ്ട് എന്ന് നിന്റെ യജമാനോട് പറയുക എന്ന് അങ്ങ് കൽപ്പിക്കുന്നു. അവൻ എന്നെ കൊല്ലും. ഏലിയ പ്രതിവചിച്ചു, ഞാൻ സേവിക്കുന്ന കർത്താവാണ്, ഇന്ന് ഞാൻ അവന്റെ മുൻപിൽ ചെല്ലും, തീർച്ച. അപ്പോൾ ഒബാദിയ ചെന്ന് ആഹാബിനെ വിവരം അറിയിച്ചു. അവൻ ഏലിയായെ കാണാൻ വന്നു. ഏലിയായെ കണ്ടപ്പോൾ ആഹാബ് ചോദിച്ചു, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്ന നീ തന്നെയാണോ ഇത്? അവൻ പ്രതിവചിച്ചു, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, കർത്താവിൻ്റെ കൽപ്പനകൾ നിരസിച്ച ബാൽ ദേവന്മാരെ സേവിക്കുന്നതെന്ന നീയും നിന്റെ പിതാവിൻ്റെ ഭവനവുമാണ്. നീ ഇസ്രായേൽ ജനത്തെ മുഴുവൻ കാർമൽ മലയിൽ എൻ്റെ അടുക്കൽ വിളിച്ചു കൂട്ടുക. ജെസബേൽ പോറ്റുന്ന ബാലിൻ്റെ 450 പ്രവാചകന്മാരെയും ആഷേരായുടെ 400 പ്രവാചകന്മാരെയും കൂട്ടിക്കൊണ്ടുവരിക. ആഹാബ് ഇസ്രായേൽ ജനത്തെയും പ്രവാചകന്മാരെയും കാർമൽ മലയിൽ ഒരുമിച്ച് കൂട്ടി. ഏലിയ ജനത്തെ സമീപിച്ചു ചോദിച്ചു, നിങ്ങൾ എത്ര നാൾ 2 വഞ്ചിയിൽ കാൽ വെക്കും? കർത്താവാണ് ദൈവമെങ്കിൽ അവിടുത്തെ അനുഗമിക്കുവിൻ, ബാലാണ് ദൈവമെങ്കിൽ അവന്റെ പിന്നാലെ പോകുവിൻ. ജനം ഒന്നും പറഞ്ഞില്ല. ഏലിയ വീണ്ടും ജനത്തോട് പറഞ്ഞു, കർത്താവിൻ്റെ പ്രവാചകന്മാരിൽ ഞാനേ ശേഷിച്ചിട്ടുള്ളൂ, ഞാൻ മാത്രം. ബാലിനാകട്ടെ 450 പ്രവാചകന്മാരുണ്ട്. ഞങ്ങൾക്ക് 2 കാളയെ തരുവിൻ. ഒന്നിനെ അവർ കഷ്ണങ്ങളാക്കി വിറകിന്മേൽ വെക്കിട്ട തീ കൊളുത്തരുത്. മറ്റേതിനെ ഞാനും ഒരുക്കി വിറകിന്മേൽ വെക്കാം. ഞാനും തീ കൊളുത്തുകയില്ല. നിങ്ങളുടെ ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുകയും ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാം. അഗ്നി അയച്ച പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായിരിക്കും യഥാർത്ഥ ദൈവം. വളരെ നല്ല അഭിപ്രായം ജനം ഒന്നാകെ പ്രതിവചിച്ചു. ബാലിന്റെ പ്രവാചകന്മാരോട് ഏലിയ പറഞ്ഞു, ആദ്യം നിങ്ങൾ ഒരു കാളയെ ഒരുക്കിക്കൊള്ളുവിൻ. നിങ്ങൾ അനേകം പേരുണ്ടല്ലോ. നിങ്ങളുടെ ദേവനെ വിളിച്ചപേക്ഷിക്കുവിൻ, എന്നാൽ തീ കൊളുത്തരുത്. അവർ കാളയെ ഒരുക്കി പ്രഭാതം മുതൽ മധ്യാഹ്നം വരെ
ബാൽ ദേവ, ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ എന്ന് വിളിച്ചപേക്ഷിച്ചു. പ്രതികരണം ഉണ്ടായില്ല. ആരും ഉത്തരവും നൽകിയില്ല. ബലിപീഠത്തിന് ചുറ്റും അവർ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരുന്നു. ഉച്ചയായപ്പോൾ ഏലിയ അവരെ പരിഹസിച്ച് പറഞ്ഞു, ഉച്ചത്തിൽ വിളിക്കുവിൻ, ബാൽ ഒരു ദേവനാണല്ലോ. അവൻ ദിവാസ്വപ്നം കാണുകയായിരിക്കാം, ദിനചര്യ അനുഷ്ഠിക്കുകയുമാവാം, യാത്ര പോയതാവാം, അല്ലെങ്കിൽ ഉറങ്ങുകയാവാം. വിളിച്ചുണർത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവർ ശബ്ദമുയർത്തി വിളിച്ചു. ആചാരമനുസരിച്ച് വാളുകൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു. രക്തമൊഴുകി. മധ്യാഹ്നം കഴിഞ്ഞിട്ടും അവർ ഉന്മത്തരായി വിളിച്ചുകൊണ്ടിരുന്നു. ബലിക്ക് സമയമായി, എന്നിട്ടും ഒരു ശബ്ദവും ഉണ്ടായില്ല. ആരും ഉത്തരം നൽകിയില്ല. ആരും അവരുടെ പ്രാർത്ഥന ശ്രവിച്ചില്ല. അപ്പോൾ ഏലിയ ജനത്തോട് പറഞ്ഞു, അടുത്തു വരുവിൻ. എല്ലാവരും ചെന്ന് കർത്താവിന്റെ തകർന്നു കിടന്നിരുന്ന ബലിപീഠം അവൻ കേടുപൊക്കി, നിന്റെ നാമം ഇസ്രായേൽ എന്നായിരിക്കുമെന്ന് കർത്താവ് ആരോട് അരുളി ചെയ്തുവോ ആ യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യ അനുസരിച്ച് അവൻ 12 കല്ലെടുത്തു. ആ കല്ലുകൾ കൊണ്ട് അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. അതിനുശേഷം 2 അളവ് വിത്തുകൊള്ളുന്ന ഒരു ചാലുണ്ടാക്കി അവൻ വിറക് അടുക്കി കാളയെ കഷ്ണങ്ങളാക്കി അതിന്മേൽ വെച്ചു. അവൻ പറഞ്ഞു, 4 കുടം വെള്ളം ദഹന ബലി വസ്തുവിലും വിറകിലും ഒഴിക്കുവിൻ. അവൻ തുടർന്നു, വീണ്ടും അങ്ങനെ ചെയ്യുവിൻ. അവർ ചെയ്തു. അവൻ വീണ്ടും പറഞ്ഞു, 3-ാം പ്രാവശ്യവും അങ്ങനെ ചെയ്യുവിൻ. അവർ അങ്ങനെ ചെയ്തു. ബലിപീഠത്തിന് ചുറ്റും വെള്ളം ഒഴുകി ചാലിൽ വെള്ളം നിറഞ്ഞു. ദഹനബലിയുടെ സമയമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു വന്ന് പ്രാർത്ഥിച്ചു, അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ കർത്താവേ, അങ്ങ് ഇസ്രായേലിൻ്റെ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പനയനുസരിച്ചാണ് ഞാൻ ഇത് ചെയ്തതെന്നും അങ്ങ് ഇന്ന് വെളിപ്പെടുത്തണമേ. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുന്നെന്നും അവർ അറിയുന്നതിന് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു. ഇത് കണ്ട ജനം സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു, കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം. ഏലിയ അവരോട് പറഞ്ഞു, ബാലിന്റെ പ്രവാചകന്മാരെ പിടിക്കുവിൻ, ഒരുവനും രക്ഷപ്പെടരുത്. ജനം അവരെ പിടിച്ചു. ഏലിയ അവരെ താഴെ കിഷോർ അരുവിക്ക് സമീപം കൊണ്ടുപോയി വധിച്ചു. വരൾച്ച അവസാനിക്കുന്നു. അനന്തരം ഏലിയ അഹാബിനോട് പറഞ്ഞു, പോയി ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക, വലിയ മഴ ഇരുമ്പുന്നു. ആഹാബ് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ പോയി. ഏലിയ കാർമൽ മലയുടെ മുകളിൽ കയറി. അവൻ മുട്ടുമടക്കി നിലം വരെ കുനിഞ്ഞ് മുഖം മുട്ടുകൾക്കിടയിലാക്കിയിരുന്നു. അവൻ ഭൃത്യനോട് പറഞ്ഞു, പോയി കടലിലേക്ക് നോക്കുക. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. വീണ്ടും അവനോട് പറഞ്ഞു, 7 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക. 7-ാം പ്രാവശ്യം അവൻ പറഞ്ഞു, ഇതാ കടലിൽ നിന്ന് മനുഷ്യകരത്തോളമുള്ള ചെറിയ ഒരു കാർമേഘം പൊന്തി വരുന്നു. ഏലിയ അവനോട് പറഞ്ഞു, മഴ തടസ്സമാകാതിരിക്കാൻ രഥം പൂട്ടി പുറപ്പെടുക എന്ന് ആഹാബിനോട് പറയുക. നൊടിയിടയിൽ ആകാശം മേഘാവൃതമായി കറുത്തിരുണ്ടു. കാറ്റുവീശി വലിയ മഴ പെയ്തു. ആഹാബ് ജസ്രേലിലേക്ക് രഥം ഓടിച്ചുപോയി. കർത്താവിന്റെ കരം ഏലിയായോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ അരമുറുക്കി ആഹാബിനു മുൻപേ ജസ്രേൽ കവാടം വരെ ഓടി.